ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ തേങ്ങ അരച്ച ചട്നി കഴിച്ച് മടുത്തോ? അപ്പോൾ നമുക്കിന്ന് വേറൊരു ചട്നി ഉണ്ടാക്കിയാലോ? പീനട്ട് ചട്നി, അതായത് നിറക്കടല കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അതിനായി ഞാനൊരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് നിറക്കടലയാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായി വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളയണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഈ തോല് കളഞ്ഞ പീനട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എരിവിനനുസരിച്ചിട്ട് കപ്പളമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വെളുത്തുള്ളി, എൻ്റെ വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 3 ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. കൂടെ ആവശ്യത്തിന് ഉപ്പും അരയ്ക്കാനുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അരച്ചിട്ട് വരാം. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ നന്നായി അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ചട്നിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിൽ ഇത്തിരി ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനായി ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കപ്പളമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പളമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.